അപ്പോൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മോഡേൺ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഭീകരമായിട്ടൊരു ഫോളിന് നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ രാവിലെ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ രാവിലെ ഞാൻ ഗ്രൂപ്പിൽ ഇത് ഓൾറെഡി ഞാൻ എന്നെ പലരും എന്നോട് ഡിസ്കസ് ചെയ്തവരോടൊക്കെ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് നാളെ ഒരു പക്ഷേ ഒരു പൊട്ടലിന് സാക്ഷ്യം വഹിക്കും എന്ന് ഞാൻ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് എന്നോട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ രണ്ടുപേർ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ രാവിലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാരണം എൻ്റെ കയ്യിലൊരു സി ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷം ആണ് അടുത്ത നടപടിയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ എന്ന്. എന്തായാലും വിചാരിച്ചു ഒന്നുകിൽ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സി ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതായാലും ആ അവസരം അതുപോലെ തന്നെ കിട്ടി. അതിനുശേഷം നമുക്ക് ആദ്യം ഞാൻ ഇന്ന് രാവിലെ ഇട്ട വോയിസ് ഒന്ന് കേൾക്കാം. വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് കാര്യത്തിലോട്ട് വരാം. അല്ലേ, ഇതാ കേട്ടോളൂ എന്താണ് നമ്മൾ പറയാം. ഗുഡ് മോർണിംഗ് ഓൾ. മാർക്കറ്റ് 54 പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയും. ഓക്കെ, എൻ്റെ പ്രതീക്ഷ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. 817 വന്ന് ടച്ച് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ എൻ്റെ വിശ്വാസം മാത്രമാണ്, തെറ്റിപ്പോകാം. ഇത് കേട്ട് ആരെങ്കിലും ട്രേഡ് എടുത്തിട്ട് നഷ്ടം വന്നാൽ എന്നെ ചീത്ത വിളിക്കില്ല. പക്ഷേ 25,873 എന്ന് പറയുന്നത് ആ 54 പോയിന്റ് ഗ്യാപ്പ് അപ്പ് അതൊരിക്കലും എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നിലവിലത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 817 സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. 817 പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ 761. അല്ല, ഇനി മുകളോട്ടാണ് പോകുന്നതെങ്കിൽ 902 ടച്ച് ചെയ്ത് അവിടുന്ന് റിജക്ഷൻ ഉണ്ടാകാൻ നോക്കുക, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. എന്തായാലും ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങോട്ടാന്നുള്ള കാര്യം. 5 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, എന്താണ് മാർക്കറ്റിന്റെ ദിശയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, അപ്പം കാര്യം കേട്ടല്ലോ, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായി അല്ലേ. എനിക്ക് വ്യക്തിപരമായിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. കാരണം ഗ്ലോബൽ ന്യൂസുകളും മറ്റ് ട്രെൻഡുകളും കറണ്ട് സിനാരിയോയും മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എല്ലാം വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു, ഇല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനിത് വിശ്വസിക്കുന്നില്ല, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുമെന്ന് പറയാൻ കാര്യം ആ പഠനത്തിൻ്റെയും എൻ്റെ ആ റിസർച്ചിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം ആദ്യത്തെ 5 മിനിറ്റ് നോക്കി മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്, മുകളിലോട്ട് പോയില്ല, വീക്ക് ഇട്ട് ക്ലോസ് ചെയ്തു. എങ്കിലും 15 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൃത്യമായിട്ട് ആദ്യത്തെ 15 മിനിറ്റിൽ മാർക്കറ്റ് എവിടെ വന്നു, കറക്റ്റായിട്ട് നമ്മൾ വരച്ച 817 വന്ന് സപ്പോർട്ട് എടുത്തു അല്ലേ. അതിനുശേഷം അതിൻ്റെ അടുത്ത 5 മിനിറ്റ്, അപ്പോൾ അവിടെ നമുക്കൊരു കൺഫർം മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് അത് മനസ്സിലായി. പക്ഷേ ഇനിയിപ്പം സപ്പോർട്ട് പൊട്ടി പോയില്ലെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പം അടുത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു എൻട്രി 5 മിനിറ്റിനൊരു ക്യാൻഡിൽ നമുക്കവിടെ കിട്ടി, വെരി ക്ലിയർ ആയിട്ട്. പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല. ഈ പറയുന്ന ഈ ലൈൻ SL ആയിട്ട് ഇട്ട് വെച്ചാലും മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു 1 വേ റാലി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് പ്രോഫിറ്റ് ബുക്ക് ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ നല്ലോണം പറഞ്ഞു, നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം പറഞ്ഞു, ന്യായം പാലിക്കണമെന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ പറഞ്ഞു, അത് ഇപ്പോഴും എൻ്റെ പക്ഷം അത് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ്, നിങ്ങൾക്കിപ്പം ഈ പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾക്ക് ഏകദേശം മാർക്കറ്റ് 400 പോയിൻറ്റോളം മാർക്കറ്റ് പൊട്ടി ഇല്ലേ. ഈ 400 പോയിൻറ്റ് പൊട്ടിയപ്പം ഒരു പക്ഷേ നിങ്ങൾ 100 പോയിൻ്റ് ആയിരിക്കും, 50 പോയിൻ്റ് ആയിരിക്കും നിങ്ങളെടുത്തത്. ചിലർ മൊത്തം ക്യാപ്ചർ ചെയ്തു, ചിലർ 70% ക്യാപ്ചർ ചെയ്തു. അതാത് ലെവലുകളിൽ വരുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മളെ നിരാശാബോധം നമ്മളെ ഭരിക്കാൻ പാടില്ല. ഓക്കെ, അയ്യോ ഞാനത് കൈവച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പൈസ കിട്ടുവാണെങ്കിൽ ഞാൻ അത്ര പോയിന്റിലാണല്ലോ ഇറങ്ങിയത്. അത് തിരിച്ചു പോയിരുന്നെങ്കിലോ, അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോയിരുന്നത് ചെയ്യാൻ അപ്പോഴെന്ത് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന സംഭവങ്ങളല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. കാരണം ഇനിയിപ്പം പലർക്കും നിരാശാബോധം കാണും. സാറേ എനിക്ക് 100 രൂപ കിട്ടിയുള്ളൂ, 100 രൂപയ്ക്ക് ഞാൻ എക്സിറ്റ് ചെയ്തു, അതും 400 രൂപ വരെ പോയി. ശരിയാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ 102 രൂപയ്ക്ക് എടുത്ത സാധനം 200 രൂപയ്ക്കാണ് കൊടുത്തത്. അത് പോയി നിന്നത് 450 രൂപയിലാണ്. ഞാൻ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഖേദിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് കിട്ടി, ന്യായമായിട്ടുള്ളത് നമുക്ക് കിട്ടി. ആ ന്യായം പാലിക്കുവാണെങ്കിൽ നമുക്ക് എന്നും ഈ മാർക്കറ്റ് നിലനിൽക്കാൻ പറ്റും.
ആവശ്യമില്ലാതെ ആക്രാന്ത മനോഭാവത്തിനും കൈവിട്ട കളിക്കും പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു പക്ഷേ ഒരു ദിവസം കിട്ടുമായിരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം അതേ പരിപാടി തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കും, അതിൻ്റെ ഡബിൾ നമുക്ക് പോകും. അപ്പോൾ അതേസമയം കൃത്യമായിട്ട് എല്ലാ ദിവസവും നമുക്ക് ന്യായമായിട്ടുള്ളത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെ പതുക്കെ ഒരു വഴി കൂടെ അങ്ങ് പോകും, സൈഡിൽ കൂടെ അങ്ങ് പോയാൽ മതി. ശരിയല്ലേ? അപ്പം നിങ്ങൾക്ക് അപ്പോൾ നല്ലൊരു ഇവിടെ ഇപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വൺ വേ റാലിയാണ് നടത്തിയത്. അതിന് ശേഷം മാർക്കറ്റ് ലാസ്റ്റ് മൊമെൻറ്റ് വരെ അവസാനമാകുമ്പം നല്ല ഭീകര ഫോളായിരുന്നു ഇല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്കിനി ഇപ്പോൾ ഈ നിരാശാബോധം ഉള്ളവർക്ക് ഞാൻ ഒരു ഇങ്ങനെ ഇത് മുഴുവൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നവരോട് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം ഞാൻ തരാം. നിങ്ങൾ ഒരു ഓപ്ഷൻ വാങ്ങിച്ചു, ഓക്കെ, ഒരു പി എങ്കിൽ പി, സി എങ്കിൽ സി, ഏതെങ്കിലും വാങ്ങിച്ചതിന് ശേഷം നിങ്ങളുടെ ടാർഗറ്റ് എത്തി, നിങ്ങൾ പറയുന്ന ന്യായത്തിന് അവിടെ എത്തിയതിന് ശേഷം മാർക്കറ്റ് നിങ്ങൾക്ക് അറിയത്തില്ല എങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടാർഗറ്റിൻ്റെ അവിടെ സെൽ ഓർഡർ ഇട്ടിട്ട് സെല്ലിട്ടിട്ട് നിങ്ങൾ ആ ട്രേഡ് അങ്ങ് വിട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ സിനാരിയോയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊന്ന് അത് പിടിക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഞാനത് ഒരിക്കലും ഞാനൊരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നിരാശ കാണിക്കുന്നവരോട് പറയുന്നത്, സങ്കടം വരുന്നവരോട് ഒരു അഭിപ്രായം പറഞ്ഞു. ഇനി ഇതുപോലൊരു സിനാരിയോയിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പം ഒരു 100 രൂപയ്ക്ക് നിങ്ങളൊരു സാധനം വാങ്ങിച്ചു, നിങ്ങളുടെ ടാർഗറ്റ് 130 രൂപയാണ്, ആ 130 രൂപയിലെത്തി. അതിനുശേഷം മാർക്കറ്റ് പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയത്തില്ല മാർക്കറ്റ് എന്താ സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 130 രൂപയ്ക്ക് SL വെക്കുക, ഓക്കെ. അതിനുശേഷം വിട്ടേക്കുക. അടിച്ച SL അടിക്കുന്ന ടാർഗറ്റിലാണ് SL അടിക്കുന്നത്, അല്ലെങ്കിൽ അത് മാർക്കറ്റ് പൊക്കോട്ടെ. മനസ്സിലായില്ലേ പറഞ്ഞു? അപ്പോൾ അങ്ങനെ നിങ്ങൾ പരീക്ഷിക്കുക. ഇനി നെക്സ്റ്റ് ടൈം ഇതല്ല, അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അങ്ങനെ കൂടെ പരീക്ഷിക്കാൻ ശ്രമിക്കുക, ഓക്കെ. അപ്പോൾ ഇനിയിപ്പം നാളെ എന്താണ് മാർക്കറ്റ് 400 പോയിന്റ് നമ്മുടെ 25,500 സപ്പോർട്ടും പൊട്ടിച്ച് മാർക്കറ്റ് താഴെ പോയി ഇല്ലേ? താഴെ പോയെങ്കിലും കൃത്യമായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മുടെ ലെവലിലാണ് ഇല്ലേ? കൃത്യമായി നമ്മൾ വരച്ച വരയിലാണ് മാർക്കറ്റ് ക്ലോസ്. 416 ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്, പക്ഷേ 454 ആക്ച്വൽ ക്ലോസിങ് വന്നിരിക്കുന്നത്, ഓക്കെ. അപ്പോൾ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമ്മുടെ ലൈനിലാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ഇപ്പോഴത്തെ സിനാരിയോ വേറെ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഇന്ന് കൂടുതൽ സംസാരിക്കാനില്ല. ഇന്നലെ ഞാൻ അത്രയും സംസാരിച്ചുകൊണ്ട് ഉപദേശം വന്നുകൊണ്ടും പലരും അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി നമ്മുടെ ചാനൽ. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പലരും ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഞാൻ ഈ കോൾ കൊടുക്കുന്നതിനെ പറ്റിയോ അല്ല കോൾ എടുക്കുന്നതിനെ പറ്റിയോ പറഞ്ഞതുകൊണ്ടായിരിക്കണം പലരും അൺസബ്സ്ക്രൈബ് ചെയ്തു. നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ പറയാനുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഉള്ള കാര്യം പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നോ പ്രോബ്ലം. അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നവർക്ക് പോവാം, ഒരു കുഴപ്പമില്ല. അപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ ചാനൽ ഇരിക്കുന്നത്, ഓക്കെ. അപ്പം നിങ്ങൾ മാക്സിമം ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്കോ ഒക്കെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുണ്ടോ ഇത് ഈ ചാനലിൽ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് ഉപകാരം ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക, ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിവിടെ വേറെ കൂടുതൽ സംസാരിക്കാനില്ല. കാരണം മാർക്കറ്റ് ഇന്ന് വീണത് ഗ്ലോബൽ ടെൻഷൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് വീണത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ നെഗറ്റീവ്സ് ഒന്നും ഉണ്ടായിട്ടല്ല. എയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നത്, ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും ഒരു ടെൻഷൻസ്, ഗ്ലോബൽ ടെൻഷൻസ്, ഒരു വാറിൻ്റെ ഒരു പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് പിന്നെ ഫർദറായിട്ട് ഫോളി. അപ്പോൾ അതിൻ്റെ ഒരു ഭീതിയാണ് നമ്മൾ മാർക്കറ്റ് കാണുന്നത്. വിക്സ് നോക്കി കഴിഞ്ഞാൽ വിക്സ് ഏകദേശം 10% മേളിൽ കൂടി. കാരണം എന്താണ്, മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് വേറെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം. നമുക്ക് ചിന്തിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വാർ ഉണ്ടാകുമോ ഇല്ലയോ. ഇതിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റിൻ്റെ ഫർദർ മൂവ്മെൻറ്റ്. 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്, ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. എൻ്റെ ഒരു ബുദ്ധിശൂന്യതയായിട്ടുള്ള ചിന്ത എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി, ഓക്കെ. ഇപ്പം നിലവിൽ ഗ്ലോബൽ ടെൻഷൻസ്, വാർ ഇറാനെ അടിക്കും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ ന്യൂസുകളുമാണ് മൊത്തത്തിൽ കറങ്ങി നടക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് പൊട്ടിയതും US ഫ്യൂച്ചറും നല്ലപോലെ പൊട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഈ യുദ്ധം നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇറാൻ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം, ഓക്കെ. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരു കാരണവശാലും ഇറാനെ ഇങ്ങനൊരു ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരിക്കലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് കിടക്കുന്ന ഇവർക്കൊക്കെ തട്ട് കിട്ടാനുള്ള സാധ്യത വളരെ
കൂടുതലാണ്. അങ്ങനൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം ഇതൊരു സമവായത്തിൽ ഒതുക്കാൻ മാത്രമേ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇത് ശ്രമിക്കത്തുള്ളൂ. അവർ കാരണം അമേരിക്കയുടെ ബേസുകൾ കൂടുതലും ഉള്ളത് ഗൾഫ് രാഷ്ട്രങ്ങളിലാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടുന്ന് നടത്തണം, അല്ലെങ്കിൽ വാർഷിപ്പിൽ നിന്ന് വേണം നടത്താൻ. അപ്പം ഈ ഗ്ലോബൽ ടെൻഷൻ ഇത്രയും മാർക്കറ്റിൽ ഇത്രയും ഫിയർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ നേവി ഓൾറെഡി ഇറാൻ്റെ ചുറ്റും അണിനിരന്നു എന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. അവരുടെ വാർഷിപ്പുകളും മറ്റും ഫൈറ്റർ ജെറ്റുകളും എല്ലാം സെറ്റായി റെഡിയായി അതിൻ്റെ ചുറ്റും ഇറാൻ്റെ ചുറ്റും റെഡിയായി കിടക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് ഇപ്പം നല്ല രീതിയിൽ പൊട്ടിയത്. ഓക്കെ, അപ്പം സംഗതിയെല്ലാം സെറ്റാണ്. ഒരു ഓർഡർ കിട്ടിയാൽ അടി നടക്കും. ഓക്കെ, പക്ഷേ ആ ഓർഡർ ഇടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചിന്ത. അപ്പോൾ എന്നെ ഇതിനകത്തിൽ പിന്തിരിപ്പിക്കുന്നൊരു കാര്യം, ഇത് നടക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ട്രംപിന് ഇതിന് അവരുടെ ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ പവർ വെച്ച് ട്രംപിനെ ആക്രമിക്കാൻ പറ്റും. എങ്കിലും ഇതിന് സമാധാനം പുള്ളി അവരുടെ കോൺഗ്രസ്സിൽ പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഒരു വലിയ ചെലവ് ഇതിന് ഉണ്ടാകും. അപ്പോൾ അത് അവരുടെ എക്കണോമിയെ തന്നെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്നും ചിന്തിക്കാത്തവരല്ല ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ. നിങ്ങളത് മറന്നു പോകല്ലോ. ഓക്കെ, ഒരു പക്ഷേ ഇത് ഉണ്ടാകാം, സംഭവിച്ചു. പക്ഷേ ഞാൻ എൻ്റെ പൊട്ടബുദ്ധിക്ക് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുകയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഇത് നടക്കാൻ സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഞാനിതങ്ങ് പറയുകയാണ്, ചിലപ്പോൾ സംഭവിക്കാം നിങ്ങളെന്നെ പൊങ്കാലിടല്ലോ, പക്ഷേ പറയാനുള്ള കാര്യം പറയണമല്ലോ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അപ്പോൾ കഴിയുന്നതിന് മുന്നേ തുടങ്ങുന്നതിന് മുന്നേ പറയുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് ആർക്കുണ്ടാകും? അമേരിക്കയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ പറയുന്ന പുറമേ കാണുന്ന രാജ്യമല്ല അമേരിക്ക. അമേരിക്കയ്ക്ക് വളരെയധികം കടമുണ്ട്. ഭയങ്കര കടമുള്ളൊരു രാജ്യമാണ് അമേരിക്ക. നമ്മളത് മറന്നുപോകില്ല. ലോക പോലീസാണ്, ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തിയാണൊക്കെ ശരിയാണ്. പക്ഷേ അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് കടമുണ്ട്. അപ്പം കൂരിന്മേൽ കുരുവെന്ന് പറഞ്ഞ പോലെ ഈ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു ഫ്ലൈറ്റിനകത്ത് ഈ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു വാർഷിപ്പ് വേറെ എവിടെയെങ്കിലും ആയിരുന്നായിരിക്കും. ഇത് അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇറാൻ്റെ തീരത്ത് എത്തണമെങ്കിൽ തന്നെ എന്തുമാത്രം ചിലവാണെന്നറിയാമോ? ഒന്നത്. പിന്നെ ഉപയോഗിക്കുന്ന ഓരോ ഉണ്ടകൾക്കും എന്തുമാത്രം പൈസയാണ് ചിലവെന്നറിയാമോ? ഇപ്പോൾ ഒരു മിസൈൽ അങ്ങോട്ട് വിട്ടു അല്ലെങ്കിൽ ഒരു ബോംബ് അങ്ങോട്ട് ഇട്ട് ആ ബോംബ് ഉണ്ടാക്കാൻ എന്തുമാത്രം പൈസ ഉണ്ടാക്കണം? ഇതെല്ലാം എവിടുന്നാണ് ഉണ്ടാകുന്നത്? നമുക്ക് ഓരോ വർഷം ഉണ്ടാകുന്ന ബജറ്റിനകത്ത് ഈ ബജറ്റ് വിഹിതം നീക്കിയിരുന്നെങ്കിൽ മാത്രമല്ല ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ചിലവുകളൊക്കെ വഹിക്കേണ്ടത് പിന്നെയും ഭാവിയിൽ അമേരിക്ക തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പം പിന്നെ വലിയൊരു ഒരു സാമ്പത്തിക അരിഷ്ടാവസ്ഥയിലൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുക. പക്ഷേ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പൊട്ടബുദ്ധിയിലുള്ള ചിന്തകൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന്. പ്രത്യേകിച്ച് മാത്രമല്ല, ചുറ്റും ഗൾഫ് രാഷ്ട്രങ്ങൾ കിടക്കുന്നതുകൊണ്ട് അവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം അവർ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന് എന്തെങ്കിലും നോക്കാനുണ്ടോ? ഇല്ല. അവൻ എടുത്ത് വെച്ച് കീറുമ്പം അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് ആരാണ്? അടുത്ത് കിടക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പക്ഷേ നടക്കാം. പക്ഷേ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാം. ഇനിയിപ്പം ഇത് നടന്നില്ല എന്ന് വിചാരിച്ചോ? നടന്നില്ല, സമവായമായി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവായി പോയി കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് വീണ പോലെ തന്നെ തിരിച്ചു പറക്കും. അങ്ങനെ തിരിച്ചു പറക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം ഇതായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലെ ലാസ്റ്റ് കറക്ഷൻ. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. എൻ്റെ ഒരു പൊട്ടബുദ്ധിയിൽ തോന്നിയ കാര്യം മാത്രമാണ്. നിങ്ങളതിനെ വലുതായിട്ട് മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ഞാൻ ഈ പറയാനുള്ള കാര്യം അങ്ങ് അഡ്വാൻസായിട്ട് പറയുകയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറുവാണ്. അതായത് വാറ് മാറ്റി വെക്കുവാണ്, യുദ്ധത്തെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ യുദ്ധം അങ്ങ് പോയെന്ന് വിചാരിച്ചു, യുദ്ധം ക്യാൻസലായി അല്ലെങ്കിൽ സമവായമായി ചർച്ചയായി എഗ്രിമെൻ്റ് ആയെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വാറിൻ്റെ കാര്യം ടെൻഷൻ മാറി. അങ്ങനെ വാറിൻ്റെ കാര്യം ടെൻഷൻ മാറിയാൽ പിന്നെ ഇവിടുന്ന് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു റാലി നമുക്ക് മുന്നോട്ട് കാണാം. ആ റാലി ഓൾ ടൈം ഹൈ അടിച്ച് ഒരു പക്ഷെങ്കിൽ 26,500 27,000 ഒക്കെ പോയി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെ? വാറിനെ മാറ്റിവെച്ചാൽ, ഈ വാറിൻ്റെ ഒരു ടെൻഷൻ മാറി നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലെ ലാസ്റ്റ് കറക്ഷൻ ആയിരിക്കും ഇത്. ഇവിടുന്ന് മാർക്കറ്റ് മുകളോട്ട് പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഇതും ഞാൻ എൻ്റെ എളിയ പൊട്ടബുദ്ധി തോന്നിയ അഭിപ്രായമാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ചിന്തയിലേക്ക് വെച്ചത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ നമുക്ക് ഭാവിയിൽ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തായാലും 25,500 ഇപ്പം നിൽക്കുന്നു. യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴെ പൊട്ടും.
ഓക്കെ, അതിനുശേഷം ബാക്കി ഇതിൻ്റെ എസ്കലേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ തിരിച്ചൊരു റിക്കവറി ഉണ്ടാകത്തുള്ളൂ. വാർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറിയാൽ ഇതൊരു ഫൈനൽ വാറിനെ മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ ഇതൊരു ഫൈനൽ കറക്ഷൻ ആയിരിക്കും. ഇനി ഇവിടുന്ന് ഒരു യാത്ര നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാം. അങ്ങനെ യാത്ര തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾ ടൈം ഹൈയിൽ പുതിയ ഓൾ ടൈം ഹൈയിൽ അടിച്ച് നിൽക്കത്തുള്ളൂ. ഒരു പക്ഷേ 26,500 27,000 വരെ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ. നാളെ വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡാണ്. അടി നടക്കുകയാണെങ്കിൽ സാധാരണ വീക്കെൻഡാണ് നടത്തുന്നത്. പിന്നെ വേറെ കാര്യം പറയാനുണ്ട്. ഇപ്പം റമദാൻ ടൈമാണ്. അപ്പം റമദാൻ ടൈമിൽ ഇങ്ങനൊരു യുദ്ധം അതിനെപ്പറ്റിയും പല എന്താ പറയുന്നത്, അവിടെ ഒരു പൊരുത്തക്കേടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇതെല്ലാം കൂടെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന്. എങ്കിലും നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കും ഇവിടെ എനിക്ക് ലെവലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ലെവലുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. കാരണം ഇപ്പം മാർക്കറ്റ് പോകുന്നത് എന്തിൻ്റെ പറയുകയാണ്, ന്യൂസിൻ്റെ പറയുകയാണ് പോകുന്നത്, ഇല്ലേ? ഗ്ലോബലി ഇങ്ങനെ മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം, അതിനനുസരിച്ച് മാത്രമേ മാർക്കറ്റ് ചലിക്കത്തുള്ളൂ. അതുകൊണ്ട് ലെവലുകളൊന്നും ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. ഇത് ഈ രാത്രി കഴിയുമ്പോഴേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം രാവിലെ ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഒരു വോയിസ്, കാരണം ലെവലുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് മനസ്സിലാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ലെവലുകൾ നോക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പം നിലവിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്തോ പറയേണ്ടത്, ഇന്ന് രാത്രി പൊട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകും, അല്ല ഇതില്ല വാറിൻ്റെ ടെൻഷൻ ഒഴിവാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അന്നേരം നമ്മൾ ലെവൽ നോക്കിയാൽ മതി. അല്ല ചുമ്മാ വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതാണ് എൻ്റെ മനസ്സിലെ ചിന്ത. ആ ചിന്ത നിങ്ങളോട് പങ്കുവച്ചത് മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് ഒന്നിനെപ്പറ്റി എല്ലാം ഇപ്പം നോക്കുക, നമ്മുടെ ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഇതിന് ശേഷം പൊട്ടുവോ മുകളിലോട്ട് വേറെ ഒന്നും നമുക്കറിയത്തില്ല. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് മാർക്കറ്റ്. ഞാൻ പറഞ്ഞു തരാം, 61,000 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫർദറായിട്ട് പോകുമെന്ന് പറഞ്ഞു. 61,000 പൊട്ടി നിൽക്കുകയാണ്. മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ പൊട്ടി നമ്മുടെ ഏകദേശം ഒരു സപ്പോർട്ട് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്കിവിടെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല, എല്ലാം പറയാൻ പറ്റത്തില്ല. അപ്പം നാളെ ഒഴുക്കിനൊത്ത് നീന്തുക, അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം എങ്ങോട്ടാണ് ഒഴുക്ക്, ആ ഒഴുക്കിനൊത്ത് പോകാൻ മാത്രമേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ കൂടുതൽ ഡയലോഗുകളൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാം. നമുക്ക് നാളെ നോക്കാം. രാവിലെ ഞാൻ നേരത്തെ വോയിസ് ഇടാം, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇന്നത്തെ ഗ്ലോബൽ ടെൻഷൻ, ഇന്നലത്തെ രാത്രിയുടെ സിറ്റുവേഷൻ അറിഞ്ഞതിന് ശേഷം ഞാൻ ലേറ്റ് നൈറ്റിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗിലോ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്തിൽ ഒരു വോയിസ് ഇടാം. വേറെ പ്രത്യേകം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകല്ലേ, നമ്മുടെ ചാനൽ വളർത്തേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ്, ഞാനല്ല. ഓക്കെ, അത് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രൊമോട്ടർ ആകുന്നത്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.